തൻ്റെ പ്രിയപ്പെട്ട മകളുടെ ജീവന് വേണ്ടി പോരാടുന്ന ഒരു പിതാവിൻ്റെ ചിത്രം എല്ലാവരെയും കണ്ണീരണിയിപ്പിക്കുകയാണ്. തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലൂടെ ഒരു പിതാവ് സൈക്കിൾ ഓടിച്ചു പോകുന്നുണ്ട്. ആ പിതാവിൻ്റെ തോളിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകൾ കിടപ്പുണ്ട്. രക്തത്തിൽ കുളിച്ച് മരണത്തോട് മല്ലടിക്കുന്ന പ്രിയപ്പെട്ട മകളെ ഒരു കൈയിൽ ചേർത്തു പിടിച്ച് മറ്റൊരു കൈയിൽ സൈക്കിൾ ചവിട്ടിപ്പോകുന്ന ആ പിതാവിൻ്റെ ചിത്രം കണ്ണീരോടുകൂടിയല്ലാതെ നമുക്കാർക്കും കാണാനാകില്ല. ഇത് സിനിമയിലെ രംഗമൊന്നുമല്ല, ഗസയിൽ നടക്കുന്ന യാഥാർത്ഥ്യമാണ്. വടക്കൻ ഗസയിലെ തെരുവുകളിൽ നിന്ന് വന്ന ഈ ഒരു ദൃശ്യം ഇന്ന് ലോകത്തിൻ്റെ കണ്ണു തുറപ്പിക്കുകയാണ്. നമ്മൾ വർഷക്കാലമായി നമ്മൾ ഓമനിച്ച് താലോലിച്ച് പോറ്റി വളർത്തിയ നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിലിരുന്ന് ഇതുപോലെ രക്തം വാർന്ന് പിടയുകയാണ് എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ജീവന് വേണ്ടി പിടയുന്ന മക്കളെ എത്രയും വേഗം രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഓടിച്ചെല്ലുന്നത് ആശുപത്രിയിലേക്കായിരിക്കും. എന്നാൽ അവിടെയാണ് ഗസ നമ്മെ എല്ലാവരെയും വേദനിപ്പിക്കുന്നത്. റോഡുകളെല്ലാം മുഴുവനായും അവിടെ തകർത്ത് തരിപ്പണമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആംബുലൻസുകൾക്ക് പോലും അതുവഴി കടന്നു വരാൻ കഴിയില്ല. കാറുകളില്ല, ഇന്ധനമില്ല. അങ്ങനെ എല്ലാം കൊണ്ടും അവിടുത്തെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. നമുക്ക് അത്തരം ഒരു സാഹചര്യത്തിൽ ഗത്യന്തരമില്ലാതെ ജീവന് വേണ്ടി പടയുന്ന തൻ്റെ മകളെ ആ പിതാവ് അവസാനം തൻ്റെ സൈക്കിളിൽ കൊണ്ടുപോവുകയാണ്. തൻ്റെ മകളുടെ ജീവൻ ആ 2 ചക്രങ്ങളിൽ ബാലൻസ് ചെയ്തുകൊണ്ട് അദ്ദേഹം യാത്ര തിരിക്കുകയാണ്. ആ യാത്ര വെറുമൊരു യാത്രയല്ല, അതൊരു വലിയൊരു പോരാട്ടമായിരുന്നു. തകർന്നടിഞ്ഞ സിമൻ്റ് പാളികൾക്കും പൊടിപടലങ്ങൾക്കും ഇടയിലൂടെ അദ്ദേഹം ചവിട്ടിക്കയറുന്നത് തൻ്റെ മകളുടെ ആയുസ്സിന് വേണ്ടിയിട്ടാണ്. ഓരോ മീറ്റർ മുന്നോട്ട് പോകുമ്പോഴും തൻ്റെ മകളുടെ ശരീരം തണുത്തു വരുന്നത് അദ്ദേഹം അറിയുന്നുണ്ടാകാം. അവളുടെ വിളറി വെളുത്ത മുഖത്തേക്ക് നോക്കുമ്പോൾ ഈ ലോകം മുഴുവൻ തങ്ങളെ ഒറ്റപ്പെടുത്തിയെന്ന് ആ പിതാവ് ചിന്തിച്ചിട്ടുണ്ടാകാം. ആ സൈക്കിൾ ബെല്ലിൻ്റെ ശബ്ദം പോലും അവിടുത്തെ തെരുവുകളിൽ മുഴങ്ങുന്നത് ഒരു നിലവിളി പോലെയാണ്. എൻ്റെ മകളെ ഒന്ന് രക്ഷിക്കൂ എന്നുള്ള ആ ഒരു നിലവിളി. എവിടെയാണ് മനുഷ്യാവകാശങ്ങൾ? എവിടെയാണ് ലോക സമാധാനത്തിന് വേണ്ടി വാദിക്കുന്ന സംഘടനകൾ? ആരും തന്നെയില്ല. ഇത്തരത്തിൽ ഗസയിൽ നിന്നും എത്രയെത്ര പ്രയാസപ്പെടുത്തുന്ന ഓരോ വാർത്തകളും ചിത്രങ്ങളും നാം എല്ലാവരും കണ്ടു. ഇസ്രായേൽ സൈനിസ്റ്റുകളുടെ ഇത്തരം ക്രൂരതകൾക്കെതിരെ ആർക്കും ഒരക്ഷരം മിണ്ടാൻ പോലും വയ്യ. നോക്കൂ, ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ടാകാം. ഒരുപാട് ലൈക്കുകളും കമൻറ്റുകളും ഷെയറുകളും ഒക്കെ കിട്ടുന്നുണ്ടാകാം. പക്ഷെ ആ പിതാവ് അനുഭവിച്ച ആ ഒരു ഭയവും നിസ്സഹായാവസ്ഥയും ആർക്കും മനസ്സിലാകില്ല. ഗസയിൽ ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ആയിരക്കണക്കിന് പിതാക്കന്മാർ ഇതുപോലെ തകർന്നടിഞ്ഞ വീടുകൾക്കിടയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ തിരയുകയാണ്. പട്ടിണിയും രോഗവും ഒരു വശത്ത്, ബോംബാക്രമണങ്ങൾ മറുവശത്ത്. ഒരു തുള്ളി വെള്ളത്തിനോ ഒരു നേരത്തെ ആഹാരത്തിനോ വേണ്ടി ക്യൂ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ. കാലാകാലങ്ങളായി ഗസയിൽ ഇസ്രായേൽ സൈനിസ്റ്റുകൾ ചെയ്തു കൂട്ടുന്ന ഈ ക്രൂരപരമായ പ്രവർത്തനങ്ങൾക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കുറേ സംഖ്യകളും കൃസംഖ്യകളും താഴെ വന്നുകൊണ്ട് നിരന്തരമായി സ്ഥിരമായി പറയുന്ന ഒരു കമൻ്റുണ്ട്. ഒക്ടോബർ ഓർമ്മയിലെ നിയോക്കയിലെ തുടങ്ങി വെച്ചത്, നിയോക്കയിലെ ഇസ്രായേലിനെ ആദ്യം ആക്രമിച്ചത്, അതുകൊണ്ടാണ് ഇത്തരത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ള മനസ്സിൽ മനുഷ്യത്വമില്ലാത്ത ചില കമൻറ്റുകൾ. തലയ്ക്ക് വെളിവില്ലാത്തവന്മാരോട് നമ്മൾ എത്ര തന്നെ മറുപടി പറഞ്ഞാലും അവർക്ക് മനസ്സിലാകില്ല. എന്നാലും പറഞ്ഞു വയ്ക്കാം, നീയൊക്കെ നിൻ്റെ സമ്പാദ്യം ഉപയോഗിച്ചുകൊണ്ട് വർഷങ്ങളായി ഒരു വീട്ടിൽ താമസിക്കുന്നു. അത് നിങ്ങളുടെ സ്വന്തം വീടാണ്. എന്നാൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു സംഘം വന്നുകൊണ്ട് പറയുകയാണ്, ഇത് ഞങ്ങളുടെ വീടാണ്, നിങ്ങൾക്കിവിടെ അവകാശമില്ല, നിങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെ ആ സ്പോട്ടിൽ സകല സാധനങ്ങളും എടുത്തുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുമോ? അതോ ഇത് ഞങ്ങളുടെ മണ്ണാണ്, ഇത് ഞങ്ങളുടെ വീടാണ്, ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഞങ്ങൾ ഇവിടെ താമസിക്കൂ, ഞങ്ങൾക്ക് ഈ നാടും വീടും വിട്ടുപോകാൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കുമോ? നീ മറ്റുള്ളവന്മാരെ വഞ്ചിച്ചും ചതിച്ചുമല്ല, സ്വന്തമായി നീ ഉണ്ടാക്കിയ വീടാണ് എന്നുണ്ടെങ്കിൽ നീ അന്തസ്സായി അവിടെ തന്നെ നിൽക്കും. അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ പറയുന്നവന്മാരെ നീ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്യും. ഇത് തന്നെയാണ് കാലകാലങ്ങളായി ഗസയിലെ ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി അവിടെ താമസിക്കുന്ന ജനതയെ ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ സൈനിസ്റ്റുകൾ മുന്നോട്ട് വരുമ്പോൾ ജനിച്ചു വീണ മണ്ണിൽ ജീവിക്കാൻ വേണ്ടി അവകാശത്തിന് വേണ്ടിയിട്ട് ആ ജനത പോരാടുകയാണ്. ഈ ഒരു ആക്രമണം ഒക്ടോബറിൽ ഹമാസ് തുടങ്ങി വെച്ചതല്ല. പതിറ്റാണ്ടുകളായി ഇസ്രായേൽ സൈനിസ്റ്റുകൾ ഈ പറയപ്പെടുന്ന ഗസയിലെ ജനങ്ങൾക്ക് മേൽ നിരന്തരമായി കൊണ്ട് ഇത്തരത്തിലുള്ള കൊടിയ പീഡനങ്ങളും ആക്രമണങ്ങളും നിരന്തരമായി നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ആ ജനത എത്രത്തോളം സഹിക്കും? അവരുടെ എത്രയെത്ര കൂടപ്പിറപ്പുകൾ അവർക്കില്ലാതായി, എത്രയെത്ര വീടുകളും കൃഷിഭൂമികളും ഒക്കെ ഇല്ലാതായി. അവസാനം സൈകിട്ട് വന്നപ്പോൾ ആ ജനത ശക്തമായി പ്രതിരോധിച്ചു. നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാർ കടന്നു കയറി നമ്മുടെ രാജ്യത്തിൻ്റെ മണ്ണും ഭൂമിയും ഒക്കെ പിടിച്ചെടുക്കാൻ വന്ന സമയത്ത് നമ്മുടെ രാജ്യത്തെ എല്ലാ ഇന്ത്യക്കാരും, അതിൽ നാനാ ജാതി മതസ്ഥരുമുണ്ട്, എല്ലാവരും ഒറ്റക്കെട്ടായി ആ പറങ്കിപ്പടകളെ ഇവിടെ നിന്നും തുരത്തിയോടിച്ചു. കാരണം ഇത് നമ്മുടെ മണ്ണാണ്, നമുക്ക് മാത്രം അവകാശപ്പെട്ട മണ്ണാണ്. അതുപോലും ചിന്തിക്കാൻ ബുദ്ധിയില്ലാത്തവന്മാരാണ് സംഘികളും കൃസംഘികളുമൊക്കെ.